സോ ഹേ ഗൈസ്, എല്ലാവർക്കും നെവിൻ ഗെയിമേഴ്സിൻ്റെ മറ്റൊരു എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. സോ ഗൈസ്, ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്ന മൈൻക്രാഫ്റ്റ് RTX പാർട്ട് 2 ആണ് ഗൈസ്. സോ ഗൈസ്, നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഗൈസ്. ഇന്നലെ മൈ വേൾഡാ ഇന്നലെ ഞാൻ ഇങ്ങനെ അടിച്ച RTX അടിച്ചല്ലേ അടിച്ച ഗൈസ്, ഇതെന്ത് കഷ്ടം. ഇവളുടെ എനിക്ക് അച്ചീവ്മെൻറ്റും കിട്ടത്തില്ലേ? അത് കുഴപ്പമില്ല ഗൈസ്. നേരെ നമുക്ക് വെള്ളം കിടക്കാം. RTX പാർട്ട് എന്താണ് RTXൻ്റെ പാർട്ട് 1 നമ്മുടെ വീഡിയോ കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയ ഒരു രാത്രിയും കൂടെ കഴിഞ്ഞിട്ട് നോക്കുമ്പോഴത്തേക്കും 2 ആടവർ സ്പൂണായിരുന്നു. പക്ഷെ നമുക്കിനി ഒരു വെള്ള ഫ്ലവർ കണ്ടുപിടിക്കണം, നമുക്കൊരു ഡൈ ആക്കാനായിട്ട്. അപ്പോഴത്തേക്കും നമ്മുടെ വീടിൻ്റെ തൊട്ട് മുന്നിലായിട്ടൊരു മാഗ്മ ബ്ലോക്ക് ഇഷ്ടംപോലെ കിടപ്പുണ്ട്. പിന്നെ നമുക്കാണെങ്കിൽ ആ വെള്ളത്തിൻ്റെ അടിയിൽ പോയിട്ട് മഞ്ചാന സുഖമായിരിക്കും. പിന്നെ നമ്മൾ മുകളിലോട്ടല്ല ആ ഒരു ഗ്ലാസ് ഇട്ട മുകളാണ്. നമ്മുടെ വീടിൻ്റെ മണ്ടയിൽ മോബ് സ്പോൺ ആകാൻ കുഴപ്പമില്ല, നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ മോബ് സ്പോൺ ആവാണ്ടിരിക്കാനാണ്. ഓക്കെ, നമ്മുടെ ഗെയിം ഇതാ സ്റ്റാർട്ട് ആകാൻ പോവാണ്. അപ്പോൾ ലെറ്റ്സ് ഗോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഗൈസ് വീട്. 2 ഡോറൊക്കെ പണിതായിരുന്നു. ഓക്കെ, എൻ്റർമാനാ എൻ്റർമാനുണ്ട് ഗൈസ്. കുറച്ച് ഫുഡൊക്കെ വേണം. ഫുഡൊക്കെ ഇതിനകത്തിരിപ്പുണ്ട്. ഇതിനകത്തല്ലല്ലേ, ഇതിനകത്തിരിപ്പുണ്ട്. ഫുഡ് നമുക്ക് ഈ സൈഡ് ഡെക്കറേറ്റ് ചെയ്യണം, അത് അടിഭാഗം മാത്രം, അല്ലാണ്ട് ഇങ്ങനെ യൂസ് ചെയ്യുന്നില്ല. കാരണം ഇവിടെ ഞാൻ ഫുള്ള് കോവർ സ്റ്റോണാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എക്സ്ട്രാ ആയിട്ട് നമുക്കൊരു പിക്കാക്സ് ഉണ്ടാക്കാൻ പെട്ടിക്കകത്തിന് സ്റ്റിക്കർ നമുക്ക് ഫുഡൊക്കെ അടിക്കാൻ ഇരിപ്പുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ 2 ബോൾ കിട്ടി. ഈ ഒരു ബ്ലാക്ക് ബോൾ ഇതാക്കണമെങ്കിൽ നമ്മുടെ വീടിൻ്റെ പുറത്തുള്ള ആ ഒരു മഞ്ഞ ഡൈ റെഡിയാക്കി എടുക്കണം. അപ്പോഴത്തേക്ക് 64. അപ്പോഴത്തേക്ക് ഞാനിപ്പോൾ ഒരു പിക്കാക്സും കൂടെ എക്സ്ട്രാ ഉണ്ടാക്കട്ടെ. ഈ ഐറ്റംസ് മതി. ഇനി നമുക്ക് നേരെ പോവാം. ഇപ്പോൾ സുഖമാണ്. പുതിയ പിക്കാക്സ് നമ്മൾ ഈ ഒരു മാഗ്മ ബ്ലോക്കിൻ്റെ പക്കത്ത് നിൽക്കുമ്പോൾ ഇങ്ങനെ ക്രൗച്ച് ചെയ്തിരുന്നാൽ മതി, അപ്പോൾ ഡാമേജ് അടിക്കത്തില്ല. ഇന്നലെ ഞാൻ നിന്നപ്പോൾ ഡാമേജ് അടിച്ച്. ഇവിടെ ഇപ്പോൾ 3 ടോർച്ച് ആയിട്ടുണ്ട്. ഈ ഭാഗത്ത് ഇവിടെ വേണ്ട, നടുക്ക് വെക്കാൻ പറ്റത്തില്ല, സെൻറ്റർ ബ്ലോക്ക് ഇല്ല. ഇപ്പം രാത്രിയാണോ? വെള്ളത്തിലുള്ളവന്മാർ അവിടെ ഉണ്ട്. ഇഷ്യൂ അമ്മമാരാണെങ്കിൽ നമ്മളെ വല്ല എറിഞ്ഞിട്ട് വീഴുവാണെങ്കിലും പണി കിട്ടും. ബെഡില്ലാത്ത കാരണം ഈ ഒരു ദിവസത്തേക്കിന് സർവേ ചെയ്യുമെന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ പക്കത്തെ ഒരു മഞ്ഞ കിടപ്പുണ്ട്, ഒരു മഞ്ഞ ഫ്ലവർ. അതിനെ നമുക്ക് ഡൈ ആക്കിയിട്ട് ഈ ഒരു 3 വൂളിന് മഞ്ഞ ബെഡാക്കി ഇടുക. അതൊരു നല്ല ഐഡിയാണ്. പക്ഷേ ഇപ്പോൾ
നോക്കട്ടെ. സോംബി മറ്റോ കണ്ട്. ഇപ്പം മിഡ് നൈറ്റ് ആവുന്നതല്ല ഗൈസ്. ഗൈസ് നമുക്ക് രാവിലെ ആയിട്ട് കാണാം. ഓക്കെ ഗൈസ്, ഇപ്പോൾ ഓൾമോസ്റ്റ് രാവിലെ ആയിട്ടുണ്ട്. കളയാന്നുണ്ട് കണ്ട. കൊല്ലരുത്. ഓക്കെ, പിന്നെ മണ്ടയിലുണ്ട് കേട്ടോ മോബ്സ്. ഇതിന് മുകളിലൊക്കെ മോബ്സ് വരും ഗൈസ്. അതിന് മുമ്പായിട്ടെ നമുക്ക് ഈ ഒരു മാഗ്മ ഗൈസ് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ മാങ്ങുമ്പോഴൊക്കെ നിൽക്കാൻ പറ്റുമോ? നമുക്കിത് പൊട്ടിച്ചെടുക്കണമെങ്കിൽ ഇങ്ങനെ വേണം. ഓക്കെ, നമ്മുടെ ഈ ഒരു റോട്ടർ ഫ്ലഷ് കളിക്കുന്നില്ല. ഈ സാധനത്തിനെ കൊല്ലുവാണെങ്കിൽ ഒരു അലേർട്ട് കിട്ടും. ഓക്കെ, നമുക്ക് ഈ ഒരു പൂവിനെ എടുത്ത് പൊട്ടിച്ചിട്ട് ഇതിനെ ഒരു യെല്ലോ ഡൈ ആക്കാം. ഈ ഒരു മഞ്ഞപ്പൂവ് ഇവിടെ എല്ലായിടത്തും ഉണ്ട്. ഈ ഒരു ഒരു മാഗ്മ ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി മാഗ്മ ബ്ലോക്ക് ഉള്ളത് കാരണം വെള്ളത്തിനൊക്കെ ബ്രീത്ത് ചെയ്യാനൊക്കെ പറ്റും. ഇതും ജസ്റ്റ് ഇരിക്കട്ടെ, ഇതും കൂടെ പോയി കളയാനായിട്ട് ഇപ്പം എനിക്ക് വയ്യ. അപ്പം ഞാൻ നേരെ ക്രാഫ്റ്റിംഗ് ടേബിളിലോട്ട് ക്ലിക്ക് ചെയ്ത് ഇതിന് എത്ര ഡൈ ആക്കാൻ പറ്റും? ഒരു ഡൈ ആക്കാൻ പറ്റും. ഈ ഒരു ഡൈന് പകരം ഇനി ഞാൻ അതിനകത്ത് നിന്ന് ഒരു ഗ്രേ വൂൾ എടുത്ത് വെള്ള വൂളെല്ലാം എടുത്ത് ഇങ്ങോട്ട് വെക്കണം. ഫർണേസിൽ കിടക്കണം. ഓ, ഇനിയും വേണം ഗൈസ്. ഇനി നമ്മൾ ഇത്തിരി ഒപ്പിക്കേണ്ടി വരും. ഈ സ്ഥലത്ത് പൂവൊക്കെ കുറവാ, കാരണം നമ്മളിപ്പോൾ ഒരു ജീവിതത്തിൻ്റെ ലെട്ട് ഇപ്പത്തന്നെ ലെഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ പോകുന്നത് ഇത്തിരി റിസ്ക്കാണ്, അതാണ് വിഷയം. ഈ ഒരു വഴി എന്ന് പറയുമ്പോൾ ഇത് ഇത്തിരി ഓക്കെ ആയിട്ടുള്ള വഴിയാണ്, കാരണം ഇവിടെ നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ ഒരു കേവ് കളിച്ച സ്ഥലമാണ്. നിങ്ങൾ ആരെങ്കിലും ഇതിനു മുമ്പ് ഈ ഒരു സൈഡ് കളിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഞാൻ നിങ്ങൾക്ക് ഈ ഇവിടെ സോംബിയുടെ സ്കെലിറ്റനുമില്ല. ക്രീപ്പർ ഒന്നും ഞാൻ കണ്ടില്ല കേട്ടോ, സത്യമായിട്ട് ഞാൻ കണ്ടില്ല. ആ ഒരു പൂച്ച ഇവിടെ ഉണ്ടായിരുന്നു, ക്രീപ്പറിനിട്ട് ഓടിക്കായിരുന്നു. എന്ത് പറയാനാണ് ഗൈസ്? അതാ അത് ആട് ഗൈസ്.
വെമ്പോ. ഈ ഒരു ഫുഡും കൂടെ എടുത്തോണ്ട് പോകണം ഗൈസ്. പുറകേന്ന് വന്ന് പൊട്ടു പോകണം വൃത്തികെട്ടന്മാരി. നമ്മുടെ പുറകേന്ന് വന്ന് പൊട്ടുന്നു ഗൈസ്. ഇതെന്ത് പറഞ്ഞാണ് ഇട്ടന്മാരി. ഇട്ടന്മാർക്ക് പണി കൊടുക്കണം ഗൈസ്. ഇപ്പോൾ നമുക്ക് ഒന്നുമില്ല ഗൈസ്. ഓടി വരിക. പക്ഷെ വാട്ടറിലൂടെ ആടാൻ നോക്കിയതാ. ഒരു ഗ്രേവോള കിട്ടിയുള്ളൂ. ഞാൻ പുല്ല് നമുക്ക് ഈ ഡോറ് മാറ്റാൻ വേണ്ടിയാണ് കേട്ടോ ഗൈസ്. ഈ ഡോർ ഇത്ര വലിയ സുഖമില്ല. കാരണം ഈ ഡോറേ വിശ്വസിക്കാൻ പറ്റാത്ത ഡോറാണ്. ഓക്കെ 3 ഇതാക്കിയിട്ടുണ്ട്. ഈ ഒരു ലെഡ് എല്ലാം ഇങ്ങോട്ട് വെച്ചിട്ടേ ആ ഒരു ഡേർട്ടും ഇങ്ങോട്ട് വെച്ച് ഇനി ആ ലോകം കൈ പിടിച്ച് വുഡൻ ബ്ലാങ്ക്സ് ഉണ്ടാക്കണം. കുറേ ബ്ലാങ്ക്സും ഉണ്ടാക്കി അത് വെച്ചിട്ട് 3 ഡോറ് ക്രാഫ്റ്റ് ചെയ്ത് ഒരു ബെഡും ക്രാഫ്റ്റ് ചെയ്യണം. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞ് ഇനി നമ്മുടെ ഈ സീരീസിലെ ഫസ്റ്റ് ബെഡ് ഇതാ ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നു. ഇനി ഈ ഒരു ഓഫ് ബ്ലാങ്ക്സ് എടുത്ത് ഈ ഒരു ഡോറ് പൊട്ടിച്ച് ഇവിടെ ഈ ഒരു ഓക്ക് ഡോർ വെക്കണം. ഈ ഓക്ക് ഡോർ വെക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതാകുമ്പോഴത്തേക്ക് ഒന്നും കൂടെ സേഫാണ്. ജംഗിൾ ഡോർ ആകുമ്പോൾ കുറച്ചും കൂടെ എളുപ്പത്തിൽ മൂവ്സിനൊക്കെ കാണും. ജസ്റ്റ് തുറന്ന് ഈ ഐറ്റംസ് എല്ലാം ഇനി തിരിച്ചു വെക്കണം. ഇനി നമുക്ക് നമ്മുടെ മൈനിങ് ഏരിയ സൃഷ്ടിക്കണം. അതിന് മുമ്പായിട്ട് ഞാനൊരു ബോട്ട് ക്രാഫ്റ്റ് ചെയ്യട്ടെ. ഒരു ബോട്ട് ക്രാഫ്റ്റ് ചെയ്യണം. ഗൈസിന് അതിന് വുഡൻ ഷവല് വേണം. അതുകൊണ്ട് ഈ ഒരു ബ്ലാങ്ക്സ് എടുത്ത് ഇവിടെ വെച്ചിട്ട് ജംഗിൾ വുഡ് ബ്ലാങ്ക്സ് ഉണ്ടല്ലോ, അതിൻ്റെ ഈ ഒരു ഫർണേസിലുണ്ടല്ലോ, ഈ ഒരു വുഡ് ബ്ലാങ്ക്സ് എടുത്ത് ഇതിൽ ക്ലിക്ക് ചെയ്ത് ഇതന്നെയാണ് ഇതിൻ്റെ ക്രാഫ്റ്റിൻ്റെ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ വന്നാൽ ഓക്കെ. ഇതിന് ഒരു ഷവല് ക്രാഫ്റ്റ് ചെയ്ത് അവിടെ ഒരു ബോട്ട് കാണാമല്ല, അങ്ങനെ ജംഗിൾ ബോട്ട് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട പരിപാടി എന്തെന്ന് വെച്ചാൽ ഗൈസ്, നേരെ ഇതെല്ലാം തിരിച്ചു വെക്കുക. ഇനി എവിടെയെങ്കിലും ഓക്കെ നേരെ നമുക്ക് ഈ ഒരു ഐലൻഡ് എക്സ്പ്ലോർ ചെയ്യാൻ പോണതിന് മുന്നേ ഈ ഒരു ബെട്ടും കൂടെ കയ്യിലും കിടക്കുക. അതിന് മുന്നേ ഞാൻ ഇവിടെ റീസ്പോൺ സെറ്റ് ചെയ്തോട്ടെ. ഫുഡ് കയ്യിൽ 3 ഇരിപ്പുണ്ട്. ഇനിയിപ്പോൾ ഇന്ന മോളില്ല എന്ന് ഇങ്ങനെ ഈ സ്ഥലം ഇങ്ങനെ കിടക്കണോണ്ട് കുഴപ്പമില്ലേ. നമുക്കിൻ്റെ മോളൊക്കെയാണ് ശരിയാക്കി എടുക്കേണ്ട. പക്ഷെ അങ്ങോട്ട് പോവുക എന്നുള്ള ഇത്തിരി റിസ്ക്കാണ്. ഈ ഒരു ഫോർമേഷൻ അനുസരിച്ച് ഇവിടെ നിന്ന് റീച്ച് ആവില്ല. അപ്പോൾ ഇവിടെ ഒരു ബ്ലോക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെ റീച്ച് ആവില്ലേ. ഓക്കെ, സിംപ്ലിഫൈ ആയിട്ട് ഈ ഒരു ഗ്യാപ്പ് അടിച്ച് വെച്ചാൽ ഇനി അവിടെ നേരെ ഇങ്ങോട്ട് പോയി ചെടി മുളിപ്പൊടി ഇനി ഇവിടെ 2 ബ്ലോക്ക് ഹൈറ്റിൽ വെച്ചിട്ട് ഈ ഒരു ബ്ലോക്കെല്ലാം പൊട്ടിച്ച് കാണണം. ഓക്കെ, ഇനി ഇവിടെ ഒരു സ്റ്റെയർ കേസ് പോലെ ആക്കി വേണം. എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് വഴി വരാൻ. ഓക്കെ, ഇതിപ്പോൾ ഓക്കെ. ഞാൻ ഇവിടെ നിന്ന് പുറത്തിറങ്ങി. നൈറ്റ് ആവാറായ ഇവിടെ നിന്നുള്ള കുറച്ച് കോൾ അങ്ങ് മൈൻഡ് ചെയ്തോണ്ട് നോക്ക്.
ഈ ഒരു സീഡിൽ ഇഷ്ടം പോലെ കോള് കിട്ടും കേട്ടോ. ഒരു പൂച്ചക്കുഞ്ഞൊക്കെ ഉണ്ട്, നമുക്കൊരു പട്ടിക്കുഞ്ഞിനാണ് വേണ്ടത്. എനിക്ക് പൂച്ചേനെ ഇഷ്ടം പട്ടിയാണ്. ഓക്കെ, പിന്നെ ഞാൻ ആ ഫസ്റ്റ് വേൾഡിൽ എന്താണ് ഒരു ഇതും ഉണ്ടാക്കണ കാര്യം ഞാൻ മറന്നുപോയി. നമുക്കൊരു ലാവ ഫാം വേണമെങ്കിൽ ഉണ്ടാക്കാം ഗൈസ്. ഞാനത് ഔട്ട് ഓഫ് ഫൗണ്ട് മേക്ക് ചെയ്യുന്നതാണ്. ലാവ ഫാം ഉണ്ടാക്കാൻ പറ്റുമെന്ന് യൂട്യൂബിൽ നോക്കിയപ്പോഴത്തേക്കും അതിൽ പറ്റും. ഈ ഒരു ബ്ലോക്ക് വെച്ചിട്ട് എങ്ങനെ മൈൻഡ് ചെയ്തതാണ് ഗൈസ്. അയ്യോ, പുതിയ പിക്കാക്സാ. ഇതെള്ളടുത്ത് കഴിയുമ്പോഴത്തേക്ക് സമയം പോകും. വേണ്ട, ഞാനിപ്പോൾ എങ്ങനെ വീട്ടിലെത്തും? ഞാനാണെങ്കിൽ അവിടെ വല്ല ഐലൻഡ് വന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാനായിട്ട് പോകാൻ വേണ്ടിയാണ് ഈ സമയം എടുത്തത്. അയ്യോ നൈറ്റ് നൈറ്റ്, അയ്യോ നൈറ്റ് നൈറ്റ് ആവരുത്, ആവല്ലേ ആവല്ലേ. ഓടിയോ 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 ഓടിക്കോ. എന്ത് കഷ്ടാണ്, അടയ്ക്കടേ. അങ്ങനെ ഈ വേൾഡിലെ ഫസ്റ്റ് വർക്ക് ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് എത്രയും പെട്ടെന്ന് പോയിട്ട് എന്തെങ്കിലും പോയി അതിന് മുന്നായിട്ട് ഈ ചെസ്റ്റ് തുറന്ന് നമുക്ക് ഈ ഒരു കോളെല്ലാം കൊണ്ട് അങ്ങ് എടുത്ത് വെച്ചേക്കാം. ഗയ്സ്, ഞാനൊരു കാര്യം പറയാം. നമുക്ക് ഓക്കെ, ഇവിടെ കേവുണ്ട്. ഇതാ നമ്മൾ ഈ പോകുന്ന ഈ ഒരു വഴിയുണ്ടല്ലോ, ഈ വഴിയിൽ ഇപ്പോൾ ഒരു കറൻസി ആയിട്ട് നമുക്ക് ഇത്രയും കൂടെ എളുപ്പത്തിൽ പോകാൻ പറ്റുന്ന വഴിയാക്കണം. അതിനൊക്കെ ആയിട്ടുള്ള പരിപാടികൾ ഞാൻ പിന്നെ വരും എപ്പിസോഡിൽ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ ഇനി കണ്ടോളൂ. അത് ഇപ്പോഴൊന്നുമല്ല, ഇതിപ്പോൾ ഞാനിപ്പോൾ ബ്ലോക്ക് വെച്ച് പോകാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഇപ്പം അങ്ങനെ ഒരു സംഭവം വന്നത്. ഈ ബോട്ട് എടുത്ത് അവിടെ വേറെ വല്ല എന്തെങ്കിലുമൊക്കെ കിട്ടുമോ നോക്കാം, വല്ല വില്ലേജോ എന്തെങ്കിലുമൊക്കെ കിട്ടുമോ നോക്കാം. തിരിച്ചു വരുമ്പോൾ കയറാനായിരിക്കും പാട്. ഇത് കണ്ടില്ലേ, ഇങ്ങനെയാണ് സ്ഥലം കിടക്കുന്നത്. ഞാൻ പിന്നെ റീസ്പോയിന് വീട്ടിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യാം, ഇവിടെ ഈ എല്ലാം നമ്മൾ ഇറങ്ങുന്ന സ്ഥലത്തൊക്കെ ഈ ഒരു നമുക്കൊരു ഇത്തിരി പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലത്ത് പോയി. ഇത് ഞാൻ വന്നപ്പോൾ ഉള്ള ഐലൻഡ് അല്ലേ. ഒരു കാര്യം ഞാൻ ഗൈസ്, ഇവിടെ സാധനം. അയ്യോ, സാധനം കാര്യമില്ല. ചേച്ചിയാണ്ട് സാധനം എടുക്കാൻ മറന്നു പോയിട്ടുണ്ട്. ഞാൻ വിചാരിച്ച് ഇത് കുറേ ദൂരമൊക്കെ കഴിയുമ്പോഴായിരിക്കും. ഇതെന്നെ ഐലൻഡ്, ഇത് നമ്മൾ സ്പൂൺ അയക്കുന്നത് തന്നെ ഒരു ഐലൻഡില്ല. അതെന്നെ സാധനം. ഇനി നമ്മുടെ മിഷൻ എന്ന് പറഞ്ഞാൽ ഇതാണെല്ലാം വലിച്ചേറി നിൽക്കുക. ഒരു സ്റ്റാർട്ടിങ്ങിന് വേണം മിഷൻ. ഒരു കാര്യം, നമുക്ക് ഇവിടുത്തെ തൽക്കാലത്ത് ഇവിടെ രണ്ട് ഇതുകൊണ്ടേ കുറച്ച് വുഡ് ബ്ലാങ്ക്സ് ഉണ്ടാക്കി അത് വെച്ചൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ പറഞ്ഞ് 2 സ്റ്റിക്കും പണിത്
ക്രാഫ്റ്റിംഗ് ടേബിൾ കൈ പിടിച്ച് വെച്ച് ഒരു സാധാ സ്റ്റോൺ ഷവൽ ഉണ്ടാക്കുക. ഈ ബോട്ടിന് പകരം ഈ ഒരു ടോർച്ചിന് വരെ ഇത് കൈ പിടിച്ച് ഓക്കെ ആക്കാം. ഓക്കെ, ഇനി പൊട്ടിച്ച് കളഞ്ഞ് നമുക്ക് നേരെ പെട്ടെന്ന് ഐലൻഡ് ഈ ഒരു സ്ഥലം ഇനിയിപ്പോൾ ഇങ്ങനെ നടന്നു നമുക്ക് ഇവിടെ പെട്ട ഗൈസ് ഇല്ല. ഒരു സ്റ്റാക്ക് എങ്ങനെയെങ്കിലും ഒപ്പിച്ച് വെച്ചിട്ട് വേണം നമുക്ക്. ഇപ്പോൾ തൽക്കാലത്തേക്ക് 43 എണ്ണം ആയിട്ടുണ്ട്. നമുക്ക് 60 എണ്ണം മൈൻഡ് ചെയ്ത് എടുക്കണം ഗൈസ്. പിന്നെ ഈ ഒരു എപ്പിസോഡ്സ് നിങ്ങൾക്ക് എപ്പിസോഡ് 3 or 4 മുതൽ എനിക്ക് ഇഷ്ടപ്പെടും. കാരണം നാളത്തെ എപ്പിസോഡ് ഞാൻ എന്തായാലും മൈൻഡ് ചെയ്യാനൊക്കെ പോകുന്നുണ്ട്. 61 ഒരു സ്റ്റാക്കാൻ കുറച്ച് മതി. 3 4 നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ഫുള്ള് ഒരു സ്റ്റാക്ക് അടുപ്പിച്ചായിട്ടുണ്ട്. ടർട്ടിൽ മൈൻക്രാഫ്റ്റിൽ ഏതെങ്കിലും ഹോം സ്ക്രീനിൽ എപ്പോഴും അവർ പറയും ടർട്ടിലിനെ സംരക്ഷിക്കുന്നു. വാട്ട് ഇതെങ്ങനെ? വാട്ട് ഇതെങ്ങനെയാണ് ഗൈസ് ഇവിടെ വൈറ്റ് പൊട്ടൊക്കെ പിന്നെ? അയ്യോ എൻ്റെ ഐലൻഡിലോട്ടുള്ള വഴി. അയ്യോ എൻ്റെ ഐലൻഡിലോട്ട് വഴി ഇങ്ങോട്ടാ. ഡോൾഫിനൊക്കെയാണ് ഗൈസ്. ഉച്ചയായിട്ടുണ്ട്. ഇത് സ്മെൽറ്റ് ചെയ്യാൻ വെക്കാനുള്ള സമയം കൂടെ കിട്ടും. ഓക്കെ, നമുക്ക് ഈ ബോട്ടിൽ നിന്ന് ലീവ് ആവാം. ഇനി നമുക്ക് നേരെ മുകളിൽ കയറി ഈ ഒരു റിയൽ സോഴ്സിൻ്റെ പാക്കിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ സുഖമാണ്. ഈ സ്റ്റോണൊക്കെ കണ്ടില്ല, നല്ല സ്മൂത്തായിട്ട് നമുക്ക് കിട്ടും. പക്ഷേ ഇങ്ങനെ വെള്ളത്തിൽ പോകണമൊക്കെ നമുക്ക് കുറയ്ക്കണം. അതിന് മുമ്പായിട്ടേ ഒരു കാര്യം ചെയ്യാൻ, നമുക്കൊരു ബ്രിഡ്ജ് പണിയാം. ബ്രിഡ്ജ് ആകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടെ സുഖമായിട്ടേ. സ്റ്റോണിൻ്റെ ആവശ്യം ഇപ്പം എനിക്കധികം ഇല്ല. വെപ്പൺസ് ഉണ്ടാക്കാൻ എൻ്റെ ചെസ്റ്റിലും കുറച്ച് സ്റ്റോൺ ഇരിപ്പുണ്ട്. ഞാൻ എന്തായാലും ഇനിയിപ്പോൾ കേവിൽ മൈൻഡ് ചെയ്യാൻ പോകുന്നുണ്ട്. അത് ഈ എപ്പിസോഡ് അത് നാളെയാണ്. എപ്പിസോഡ് 3 ഇപ്പോൾ എപ്പിസോഡ് 2 ആയിട്ടുള്ളൂ. ഓക്കെ, ഇപ്പോൾ നമുക്ക് സുഖമാണ്. കുറച്ചും കൂടെ എളുപ്പത്തിൽ പോകാനൊക്കെ പറ്റും. ഇനി നമുക്ക് ഈ ഒരു സൈഡിലുള്ള ഈ ഒരു പ്രശ്നം അങ്ങ് പരിഹരിക്കണം. ഇവിടുത്തെ ഈ ഒരു ബ്ലോക്ക് വെക്കണം. കാരണം നമ്മളെങ്ങാനും ഇങ്ങനെ വരുന്ന വഴിയിൽ ഇങ്ങോട്ടെങ്ങാനും തെറിച്ച് പോയാൽ അതിപ്പോൾ ഇവിടെ വല്ല ക്രീപ്പറൊക്കെ സ്പോണായിട്ട് നമ്മൾ വരുന്ന വഴിയിൽ അങ്ങനെയാണ് ഗൈസ്. അപ്പോൾ പെട്ടിക്കകത്ത് പോയി കുറച്ച് സ്റ്റെസ്റ്റും എടുത്ത് വെച്ചിട്ട് വരാം ഗൈസ്. അതിനുകൊണ്ട് ഉള്ള വുഡ് മുഴുവൻ ഫ്രൈ ആക്കാം. ഓക്കെ, അപ്പോൾ ഇനി ഈ ഒരു 2 ബ്ലാങ്ക്സ് അത് എൻ്റെ കൂടെ തന്നെ വെക്കണ്ട. ഈ ഒരു ഗ്ലാസ് 2 എക്സ്ട്രാ വന്നിരുന്നു. 19 ഈ ഒരു ഇത് ഇപ്പം എല്ലാം ശരിയായിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഈ ഒരു 14 കൂടെ വെക്കാം. അപ്പം അത് നമുക്ക് അവിടെ ഇതായി കിട്ടിക്കോളൂ. നമ്മുടെ വീടിൻ്റെ പരിപാടിയൊക്കെ ഓൾമോസ്റ്റ് വരുന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്ഥലമെല്ലാം നിരപ്പാക്കേണ്ട സമയമൊക്കെ വരുന്നുണ്ട്.
ഞാൻ അതിന് മസ്റ്റായിട്ട് ഇപ്പം ഇനി ചെയ്യാനുള്ള പരിപാടികൾ എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ തന്നെയാണ്, ഞാൻ ഇപ്പം പറഞ്ഞൊക്കെ തന്നെയാണ്. പക്ഷെ നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കണം. കാരണം എൻ്റെ ഫസ്റ്റ് വേൾഡിൻ്റെ സീഡ് ഇപ്പോഴും എൻ്റെ യൂട്യൂബ് ചാനൽ കിടപ്പുണ്ട്. എൻ്റെ ചാനൽ കിടപ്പുണ്ട്. നിങ്ങൾ ഫസ്റ്റ് വേൾഡിൻ്റെ എപ്പിസോഡ് നിങ്ങൾ നോക്കിയാൽ മതി. പക്ഷെ അതിനകത്ത് ഡയമണ്ട് കിട്ടത്തില്ല കേട്ടോ. കിട്ടുമായിരിക്കും ഗസ്. പക്ഷെ എനിക്ക് കുറച്ച് ദിവസമായിട്ട് ഈ മൈൻക്രാഫ്റ്റിൽ സാധാരണ ഡയമണ്ടൊക്കെ വരേണ്ടതാണ്. പെട്ടുപോയപ്പോഴാണ് ഞാൻ അറിഞ്ഞത് വരേണ്ടതാണെന്ന്. ഇനി നമുക്ക് ഇവിടുത്തെ ഉള്ള ഈ സ്റ്റോണൊക്കെ ഇവിടെയൊക്കെ ഇങ്ങനെ സ്റ്റോൺ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടേ ഈ വലിയതായിട്ടുള്ള ഇങ്ങനത്തെ കുഴിയൊക്കെ ഇങ്ങനെ അടച്ചു വെക്കണം. അയ്യോ ബബിൾ ഒട്ടിത്തീരല്. കറുത്ത ഷീപ്പ്. ഇതൊന്നും റയറല്ല. കറുത്ത ഷീപ്പ് വെയിറ്റ്, കറുത്ത ഷീപ്പ് റയറാണല്ലോ. അതിന് മുന്നേ ഞാൻ ടോർച്ചൊക്കെ നോക്കിയിട്ട് ഈ ഒരു നമ്മുടെ ഐലൻഡ് ഫുള്ള് നമുക്ക് ടോർച്ച് വെക്കണം. അല്ലെങ്കിൽ മൂന്നെല്ലാം കൂടെ ഫോൺ ഇങ്ങോട്ട് കയറി വരും. അത് പാടില്ല. അതിനായിട്ട് ഇവിടെ ഒരു ടോർച്ച്, ഇവിടെ ഒരു ടോർച്ച്. ഈ നമ്മുടെ ബ്രിഡ്ജിൽ പ്രത്യേകിച്ചും സ്പൂണാവരുത്. ഇവിടെയൊക്കെ വെളിച്ചായിട്ടുണ്ട്. ഇവിടെ വഴിയിലൊന്നും അങ്ങനെ സ്പോൺ ആവത്തൊന്നുമില്ല. ഓക്കെ, ഇനി അമ്മമാർ ഇങ്ങോട്ടൊന്നും കയറി വരില്ല, അത് ഞാൻ ഉറപ്പിച്ച് പറയാം. അപ്പോഴത്തേക്ക് നമുക്ക് ഇനിയിപ്പോൾ ഗ്ലാസ് എല്ലാം കൂടെ വെക്കണം. കത്തി തീരാറായിട്ടില്ല. അത് നോക്കി ഞാൻ ഇവിടെ ഒന്നും റീച്ച് ആവത്തില്ല, അതാണ് കുഴപ്പം. എനിക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. കാരണം കുറേ ടൈം എടുത്ത് നിങ്ങളെ ബോറൊക്കെ അടിപ്പിച്ച്. പിന്നെ നമ്മുടെ ഫസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു സീരീസിലെ ബെഡ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു സ്ഥലമൊക്കെ ഡീപ്പ് ഡാർക്കാം. അപ്പോഴത്തേക്കും നമുക്കതൊക്കെ ഒന്ന് ഇവിടെ എന്തിനാണ് ഞാനൊരു മോബ് എക്സ്പി ഫാമൊക്കെ ഉണ്ടാക്കാം കേട്ടോ. ഈ ഒരു എൻ്റെ ഫസ്റ്റ് വേൾഡ് സീരീസിൽ ഞാൻ മോബ് എക്സ്പി ഫാമൊന്നും ഉണ്ടാക്കിയില്ല. ഇനിയിപ്പോൾ ബെഡ് നമുക്ക് പുതിയ ഒരെണ്ണം കൈ പിടിച്ചാൽ മതി. ഓക്കെ, അതവിടെ കിടക്കട്ടെ. ബെഡ് അവിടെ കിടന്നോട്ടെ, അതൊന്നും നമുക്ക് വിഷയമുള്ള കാര്യങ്ങളൊന്നും അല്ല. മോബ് എക്സ്പി ഫാം കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഫസ്റ്റ് വേൾഡ് എപ്പിസോഡ് ഇട്ടിട്ടില്ല. ഉണ്ടാക്കണം ഞാൻ പറഞ്ഞിരുന്നതായിരുന്നു. പെട്ടെന്നായിരുന്നു എനിക്ക് കുറച്ച് കംപ്ലൈൻറ്റ്സ് ഒക്കെ വന്നത്. അപ്പോഴത്തേക്കും നമുക്കേ ഇവിടെ ഒരു വലിയ കേവൊക്കെ ഉണ്ട് കേട്ടോ. ഈ സ്ഥലമെല്ലാം നമുക്കിനി അടക്കണം, അല്ലെങ്കിൽ നമുക്ക് മറ്റേ ഫെൻസ് വെച്ച് ഇതെല്ലാം ഒന്ന് പ്ലെയിനാക്കി ഇങ്ങനെ വെച്ചാൽ മതി. എന്നിട്ട് കുറച്ച് സാൾമൺ ഫിഷിനെടുത്ത് ഇങ്ങോട്ട് കൊണ്ട് ഇട്ടാൽ മതി. പക്ഷേ എൻ്റെ ഈ സാൾമണൊന്നും കിടപ്പില്ല. അതാകുമ്പോൾ AFK ഫിഷ് അത് പറഞ്ഞപ്പോഴാണ് ഞാൻ AFK ഫിഷ് ഫാമിൻ്റെ കാര്യം ഓർത്തത്. സോ അപ്പോൾ നിങ്ങൾ ഇത്രയും കളിയില്ല. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.